ഡിയേഴ്സ്, എല്ലാവർക്കും ഏകന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ ബീർ ബഹുട്ടി എന്ന കഥയെ നമുക്ക് ഒന്നുകൂടെ അടുത്തറിയാം. ബീർ ബഹുട്ടി എന്ന കഥയിൽ പ്രധാനമായും നമ്മൾ കരുതുന്നത് ബീർ ബഹുട്ടിയാണ് പ്രധാന കഥാപാത്രം എന്നായിരിക്കും അല്ലേ? എന്നാൽ അതല്ല. അതിനു മുൻപേ നമ്മൾ ബീർ ബഹുട്ടി എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? വളരെ ചുവന്ന് തുടുത്ത, ചുവന്ന് തന്നെ എന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ പാഠഭാഗത്ത് പറയുന്ന കളർ ലാൽ എന്നാണ്. ആ വേർഡ് മറക്കാൻ പാടില്ല. ലാൽ കളറിലെ, പിന്നെ പറയുന്നത് എന്താണ്? മിനുസമുള്ളതും, വളരെ മിനുസമുള്ള പ്രതലം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വെൽവെറ്റ് തുണി നമുക്ക് തൊടുമ്പോഴുണ്ടാകുന്ന ഒരു മിനുസം ഇല്ലേ? ഒന്ന് തൊട്ടു നോക്കൂ അല്ലെ? ആ ഒരു മിനുസം നമ്മുടെ ബീർ ബഹുട്ടിയുടെ മുകളിൽ തൊട്ടു നോക്കിയാൽ അങ്ങനെയാണ്. വളരെ ചുവന്ന് മിനുസമുള്ള ഈ ബീർ ബഹുട്ടിയെ ഏത് കുട്ടികൾക്കും ഒറ്റ നോട്ടത്തിൽ ഒന്ന് ഇഷ്ടപ്പെടും. എന്നാൽ അത് കാണാൻ വളരെ ചെറുതാണ് താനും. അപ്പൊ ഇതിനെ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ എവിടെ നോക്കണം? നമ്മുടെ രാജസ്ഥാനിലെ വയൽ പ്രദേശങ്ങളിൽ നോക്കണം. അപ്പൊ ഈ രാജസ്ഥാനിലുള്ള രണ്ട് കുട്ടികളുടെ കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ബീർ ബഹുട്ടി എന്ന കഥയിലൂടെ നമുക്ക് പ്രത്യേകിച്ചും പഠിക്കേണ്ടത് സാഹിലിന്റെയും ബേലയുടെയും കഥയാണ്. ആരാണ് സാഹിലും ബേലയും? സാഹിലും ബേലയും നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ ഇവർ രണ്ടുപേർക്കും സ്കൂളിലേക്ക് പോകണം. സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവരുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഈ വയലിലൂടെ പോയിട്ട് ബീർ ബഹുട്ടിയെ ഒന്ന് കാണണം. കുറച്ച് സമയം അതിൻ്റെ അടുത്തിരുന്ന് അതിൻ്റെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അപ്പോഴാണ് അവർ ഓർക്കുന്നത് സ്കൂളിൽ ബെല്ലടിക്കാൻ സമയമായല്ലോ എന്ന്. അങ്ങനെ രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്നതിനിടയിൽ സാഹിൽ പറയുന്നു, ബേല, എൻ്റെ പേനയിൽ മഷി നിറയ്ക്കണം. മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി എങ്ങോട്ട് പോകുന്നു? കടയിലേക്ക് പോകുന്നു. അതിനു മുൻപ് അവിടുത്തെ രാജസ്ഥാനിലെ ആ ഒരു ചെറിയ ടൗണിലെ തിരക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? മാൽഗാഡി, ബൈൽഗാഡി എന്ന് വെച്ചാൽ ചരക്ക് വണ്ടികളും ആളുകൾ സഞ്ചരിക്കുന്ന വണ്ടികളും പിന്നെ കച്ചവടക്കാരുടെ തിരക്കും എല്ലാം കൂടിയ ഒരു തെരുവിലൂടെ രണ്ട് സ്കൂൾ കുട്ടികൾ വളരെ തിരക്ക് പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപേ സാഹിലിന് എന്ത് വേണം? പേനയിൽ മഷി നിറയ്ക്കണം. അങ്ങനെ അവരൊരു കടയിലെത്തി. എവിടെ? ഒരു സ്റ്റേഷനറി കടയിൽ. ആ സ്റ്റേഷനറി കടയിൽ പോയിട്ട് സാഹിലിനേക്കാൾ മുന്നേ, സാഹിലിന്റെ കാര്യമാണ് പേനയിൽ മഷി നിറയ്ക്കുക എന്നുള്ളത്. പക്ഷേ തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് അവിടെ ബേലയാണ് ആദ്യമേ പറയുന്നത്, ചേട്ടാ ഒരു പെൻ, മഷി നിറയ്ക്കൂ എന്ന് പറയുന്നു. നിങ്ങൾക്ക് തീർത്തും അപരിചിതമായ ഒരു കാര്യമായിരിക്കും പേനയിൽ മഷി നിറയ്ക്കുക എന്നുള്ളത്. ഇവിടെ സാഹിലും ബേലയും ഒരുപാട് വർഷം പിന്നിലേക്കുള്ള കാര്യമാണ് പറയുന്നത്. അന്നൊക്കെ സ്റ്റേഷനറി കടയിൽ പോയാൽ 5 പൈസക്ക് മഷി നിറയ്ക്കാൻ പറഞ്ഞാൽ ഇഷ്ടമുള്ള കളറിലുള്ള മഷി നിറച്ചു തരാണ് പതിവ്. ഇങ്ങനെ സാഹിലിനേക്കാൾ മുൻപേ ബേല സാഹിലിന് വേണ്ടി കടക്കാരനോട് പറയുന്നു, ചേട്ടാ 5 പൈസക്ക് മഷി നിറയ്ക്കൂ. അപ്പോൾ അവിടെ കടക്കാരൻ പറയുകയാണ്, മോളെ, മഷി കഴിഞ്ഞു പോയല്ലോ, ഈ നാളെയേ വരുള്ളൂ, അതുവരെ ഇവിടെ സ്റ്റോക്ക് ഇല്ല. പക്ഷേ അപ്പോഴാണ് ഒരു കാര്യം, ഈ കഥയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കടയിലേക്ക് വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ സാഹിൽ ആ പേനയിൽ തലേ ദിവസം അവശേഷിച്ചിരുന്ന ഒരല്പം മഷിയില്ലേ, നമ്മൾ ചിലപ്പോൾ കുപ്പിയിൽ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവശേഷിച്ച് നിൽക്കുന്ന ചിലപ്പോൾ ഒരു 4 തുള്ളി വെള്ളമേ ഉണ്ടാവൂ. അതുപോലെ ഒരു 2-3 തുള്ളി മഷിയാണെങ്കിലും അത് സാഹിൽ എന്ത് ചെയ്തു? നിലത്തേക്ക് തൂത്ത് കളയുന്നു. എന്താണ് അപ്പോൾ സാഹിലിന്റെ മനസ്സിൽ നിന്നറിയാമോ? പുതിയ മഷി നിറയ്ക്കാലോ അല്ലെ? പലപ്പോഴും പലർക്കും അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാകും, പുതിയത് വാങ്ങാലോ, അപ്പോൾ പഴയ പെണ്ണിനി വേണ്ട എന്ന് കരുതുന്ന പോലെ പുതിയ മഷി കിട്ടുമല്ലോ എന്ന് കരുതി സാഹിൽ പഴയ മഷിയെ കളഞ്ഞു. അപ്പൊ ഇതവിടെ ബേല പറയുന്നു കടക്കാരനോട്. എന്താണ് പറയുന്നത്? ഇസ്നെ തോ ജോ സ്യാഹി ബച്ചി തീ ഉസേ ജമീൻ പർ ചിടക് ദിയ. ഈ വാക്യം ഞാൻ ഹിന്ദിയിൽ പറഞ്ഞത്, ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇത് ഈ പാഠഭാഗത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഈ അവശേഷിച്ചിരുന്ന മഷിയെ ഇവൻ തൂത്തു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹീ ദുലാനാ ചാഹിയേ. ഇതും ഹിന്ദിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ബാദൽ കോ ദേഖ് കർ എന്ന് വെച്ചാൽ മേഘം വരുന്നത് കണ്ടിട്ട് ആരെങ്കിലും കുടത്തിലുള്ള വെള്ളം മറയ്ക്കുമോ എന്നാണ് കടക്കാരൻ ചോദിച്ചത്. അപ്പൊ നമ്മൾ ഒരു കാര്യവും മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കരുത്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിന് ഉറപ്പില്ല. മഴ പെയ്യാതിരിക്കാം, അതാണ് ഇവിടെ കടക്കാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ മഷി കിട്ടിയില്ലെങ്കിലോ എന്നൊരു സെക്കൻഡ് സാഹിൽ ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ എന്തുണ്ടാവില്ലായിരുന്നു? താൽക്കാലികമായിട്ട് എഴുതാനുള്ള മഷി ഉണ്ടാകുമായിരുന്നു. ഇവിടെ കടക്കാരൻ എന്നിട്ട് 2 കുട്ടികളോടും ചോദിക്കുകയാണ്, നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്? അപ്പോഴേക്കും
ബേലയാണ് ഇതിനൊക്കെ മറുപടി പറയുന്നത്. ബേലയ്ക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അത്രയ്ക്ക് അതീവമായ സ്നേഹമായിരുന്നു സാഹിലിനോട് ഉണ്ടായിരുന്നത്. ബേല പറയുന്നു, ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞങ്ങളുടെ സെക്ഷനും ഒന്നാണ്, ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് എന്നൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി ബേല പറയാണ്. പക്ഷെ ആ സമയത്തും നമ്മുടെ സാഹിൽ വളരെ ദുഃഖിതനായിക്കൊണ്ട് അല്ലെ, മനസ്സില്ലാ മനസ്സോടെയാണ് നിൽക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? പേനയുടെ കാര്യം ചിന്തിച്ചായിരിക്കും സാഹിൽ വിഷമിക്കുന്നത്. പിന്നീട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഈ കച്ചവടക്കാരനോടൊക്കെ സംസാരിച്ച് ദുക്കാനിൽ നിന്ന് ഇറങ്ങുന്നു. ഇനി നമുക്ക് പറയുന്നത് ഇവരുടെ സ്കൂളിൽ ഒരു സാറുണ്ട്, മാത്സിൻ്റെ സാറ്, വളരെ ഭീകരനായിട്ടുള്ള ഒരു സാർ, കണ്ടാൽ തന്നെ നമുക്ക് പേടി തോന്നുന്ന. അപ്പോൾ സാറിൻ്റെ പീരീഡിന് ഒരു പ്രത്യേകതയുണ്ട്. സാറിൻ്റെ പീരീഡ് എപ്പോഴും PT പീരീഡിന് ശേഷമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ സാറിനോടുള്ള ഭയം കൊണ്ട് കുട്ടികൾ നേരത്തെ തന്നെ ക്ലാസ്സിൽ കയറിയിരിക്കും. PT പീരീഡ് കഴിയുന്നവരെ കുട്ടികൾ ആരും കളിക്കില്ല. സാറിനെ ഭയന്ന് നേരത്തെ തന്നെ ക്ലാസ് റൂമിൽ എല്ലാവരും അവനവൻ്റെ സ്ഥാനത്ത് ഹാജരായിരിക്കും. ഇങ്ങനെ സാറിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഇത്ര ഭയം വരാനുള്ള കാരണം എന്താണ്? ചെറിയ തെറ്റുകൾക്ക് പോലും സാറ് വല്ലാതെ അടിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ കുട്ടികളെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തും തള്ളും അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ഒന്നും ചിന്തിക്കാതെയുള്ള, മറ്റുള്ളവരെ വേല കുട്ടികളാണ് എന്നുള്ള ഒരു ചിന്തയും ഇല്ലാതെ അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് അത്രയും പേടി. ഒരു ദിവസം മാത്സ് പീരീഡിൽ സാറ് ബേലയുടെ ബുക്ക് ചെക്ക് ചെയ്യാൻ ഇടയായി. ബേലയുടെ വർക്ക് നോക്കിയപ്പോൾ തെറ്റാണ് എന്ന് കരുതി സാറ് ബേലയുടെ മുടി ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നു. ഇതിന് നമ്മുടെ ഹിന്ദിയിൽ പറയുന്ന വാക്ക് ബാലോമേ പഞ്ചാ ഫസായ എന്നാണ് അല്ലെ. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ മുടിയെ പിടിച്ചിട്ട് വേദനിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ. എന്നിട്ട് അദ്ദേഹം ബുക്ക് എടുത്തുകൊണ്ട് ബേലയുടെ സീറ്റിലേക്ക് എറിഞ്ഞു പറയുന്നു, ബൈറ്റ് അപ്പിനി ജഗപ്പർ, നിന്റെ സീറ്റിൽ പോയി ഇരിക്കി. അങ്ങനെ പറയാൻ എന്താണ്, സാർ അത്രയും വേഗം വിട്ടത് തന്നെ സാറിന് മനസ്സിലായിരിക്കുന്നു ബേല ചെയ്തത് ശരിയാണ്. പക്ഷെ സാറിന് ഒറ്റ നോട്ടത്തിൽ അത് തെറ്റാണ് എന്ന് തോന്നിയതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ സാർ ഒരിക്കലും തന്നെ അത് സമ്മതിക്കുന്നു പറയുന്നുമില്ല. പക്ഷെ ബേലയുടെ ഉള്ളിലെ പേടി എന്തായിരുന്നു? അല്ലെങ്കിൽ ഭയം, അല്ലെങ്കിൽ ഒരു ടെൻഷൻ അല്ലെ, ഇൻസൾട്ടായി എന്നുള്ളതാണ്. ആരുടെ മുന്നിൽ? അവൾ അത്രയും സ്നേഹിക്കുന്ന അവളുടെ ഉറ്റ സുഹൃത്തായ സാഹിലിൻ്റെ മുന്നിൽ വെച്ച് സാർ എന്നെ പണി ചെയ്തതാണ് ബേലയെ സംബന്ധിച്ച് അതീവ വിഷമം വരാനുള്ള കാരണം. അവിടെ തന്നെ ബേല പറയുന്നുണ്ട്, സാറിന് വേണമെങ്കിൽ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോട്ടെ, അടിക്കാമായിരുന്നു, ലേക്കിൻ സാഹിൽ കെ നസർ മേ നഹി, സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു എന്നായിരുന്നു ബേലയുടെ ഉള്ളിലെ വിഷമം. ആ സാറിൻ്റെ ആ അടിയിൽ പേടിച്ചിട്ട് സാഹിലിൻ്റെ അടുത്തെത്തുമ്പോഴും ബേലയുടെ കാലുകൾ ഇങ്ങനെ വിറയ്ക്കുന്നത് ആര് കാണുന്നുണ്ട്? സാഹിൽ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടിക്കും ഈ സാറിനെ അത്രമാത്രം പേടിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ബേലയെ ആര് ആശ്വസിപ്പിക്കുന്നുണ്ടാകും? നമ്മുടെ സാഹിൽ ആശ്വസിപ്പിക്കുന്നുണ്ടാകും. ഒരു ദീപാവലി അവധി കഴിഞ്ഞ് ക്ലാസ്സിൽ തിരിച്ചെത്തിയ ബേലയുടെ തലയിൽ ഒരു ബാൻഡേജ് ഉണ്ടായിരുന്നു. അപ്പോൾ തലയ്ക്ക് എന്തോ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് അല്ലേ. ഇത് കണ്ട് വളരെ പരേഷാനായി, എന്ന് വെച്ചാൽ വളരെ പരിഭ്രാന്തിയോടുകൂടി സാഹിൽ ചോദിക്കുന്നു, ക്യാ ഹുവാ ബേല, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ബേല പറയുന്നു, ടെറസിൽ നിന്ന് വീണതാണ് അല്ലേ. അങ്ങനെ ടെറസിൽ നിന്ന് വീണ് മുറിവ് പറ്റിയ ബേലയെ ഉച്ചയ്ക്ക് കളിക്കാൻ പോകാനൊന്നും ആരും അനുവദിക്കുന്നില്ല, സാഹിൽ അനുവദിക്കുന്നില്ല. പക്ഷേ അവിടെയും ബേലയുടെ നിർബന്ധം കൊണ്ട് അവസാനം അവന് സമ്മതിക്കേണ്ടി വരുന്നു. പിന്നീട് ഒരു സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സാഹിലിൻ്റെ കാലിനും ഒരു മുറിവ് പറ്റിയ ബാൻഡേജ് ഉണ്ട്. എന്താണ് അവിടെ പറ്റിയത് സാഹിലിന്? സാഹിൽ ഒരു നീം എന്ന് പറയുന്നത് ആര്യവേപ്പാണ്. വേപ്പ് മരത്തിൽ പിടിച്ച്, ചെറിയ കുട്ടികൾക്കൊക്കെ ഇല്ലേ കൊമ്പിലൊക്കെ പിടിച്ച് ഇങ്ങനെ ആടിക്കളിക്കുന്ന സ്വഭാവം, അങ്ങനെ ആടി കളിക്കുമ്പോൾ സാഹിൽ പെട്ടെന്ന് പിടിവിട്ട് വീഴുകയും വീണപ്പോൾ താഴെ ഉണ്ടായിരുന്ന സ്റ്റൂളിലെ ആണി അവൻ്റെ കാലിൽ തറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ 1 ഇഞ്ച് ആഴത്തിൽ അവന് മുറിവ് പറ്റി. അങ്ങനെ ആ മുറിവിൻ്റെ ബാൻഡേജ് ആരുടെ കാലിലുമുണ്ട്? നമ്മുടെ സാഹിലിൻ്റെ കാലിലും. എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ഒരു പൊരുത്തം അല്ലേ. ഇവിടെ ബേലയുടെ തലയ്ക്കാണ് മുറിവ്, സാഹിലിന് കാലിലും. അങ്ങനെ കുറേ ദിവസം സ്കൂളിൽ ഇങ്ങനെ 2 കുട്ടികളെ കാണപ്പെട്ടു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണല്ലോ ക്ലാസ്സിലിരിക്കുന്നതും ഫുഡ് കഴിക്കാൻ പോകുന്നതും കളിക്കുന്നതും. അപ്പോൾ എല്ലായിടത്തും ഒരു കുട്ടിക്ക് തലയ്ക്ക് ബാൻഡേജ്, ഒരു കുട്ടിക്ക് കാലിലും ബാൻഡേജ്. ഇങ്ങനെ ആയിരുന്നു കുറേ ദിവസം ആ സ്കൂളിൽ ബേലയും സാഹിലും ഉണ്ടായിരുന്നത്. ഇനി പറയുന്നത് ഇവരുടെ 5ാം ക്ലാസ് വരെ മാത്രമുള്ള സ്കൂളിലാണ് ഇവർ പഠിക്കുന്നത്. ആ വർഷം ഇവർ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണല്ലോ. ഇനി ഇവർക്ക് പുതിയ സ്കൂളിലേക്ക് പോകണം, തുടർന്ന് 6ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ. അങ്ങനെ ഇവരുടെ റിസൾട്ട് വന്ന് പ്രോഗ്രസ് കാർഡും വാങ്ങി 2 പേരും റോഡിലൂടെ നടന്നു പോവുകയാണ്.
ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബേല ചോദിക്കുന്നു, സാഹിൽ നിന്റെ പ്രോഗ്രസ് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങുകയും അപ്പോൾ ബേല ചോദിക്കുകയാണ്, ഇനി നീ ഏത് സ്കൂളിലായിരിക്കും സാഹിൽ പഠിക്കുന്നത്? അപ്പോൾ സാഹിൽ പറയുന്നു, എന്നെ ഇനി ഉപ്പ പറയുന്നത് എവിടെ ചേർക്കുമെന്നാണ്? അജ്മീറിലേക്ക് പഠിക്കാൻ അയക്കും, അവിടെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കും. അപ്പോൾ നീയോ എന്ന് ചോദിക്കുമ്പോൾ ബേല പറയുന്നു, ഞാൻ ഇനി മുതൽ കന്യാ പാഠശാല എന്ന് വെച്ചാൽ ഒരു ഗേൾസ് സ്കൂളിലായിരിക്കും ഞാൻ പഠിക്കുന്നത് എന്ന് ബേലയും പറയുന്നു. അപ്പോൾ അവിടെ ഇവരുടെ രണ്ടുപേരുടെയും സൗഹൃദത്തിൻ്റെ ഒരു വിടവാങ്ങലായിരുന്നു. അന്ന് അവർ ഇതും സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരാളുടെ കണ്ണ്, സാഹിലിൻ്റെ കണ്ണുകളൊക്കെ ചുവന്ന് ബീർ ബഹൂട്ടിയെ പോലെ ചുവന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കഥ തുടങ്ങിയ ബീർ ബഹൂട്ടിയിലേക്ക് തന്നെ ഇവരുടെ വിഷമത്തെയും കൊണ്ടെത്തിക്കുകയാണ്. ഇവരുടെ ഈ വേർപാടിനെയും ബീർ ബഹൂട്ടിയെയും കൊണ്ട് കണക്ട് ചെയ്തത് നമുക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ സാഹിലിൻ്റെ കണ്ണുകളൊക്കെ ബീർ ബഹൂട്ടിയെ പോലെ ചുവന്ന് കണ്ണിലൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അപ്പോഴേക്കും ബേല അതിനെ മാറ്റുന്ന രീതിയിൽ ഞാൻ നിന്നെ ചൂടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാഹിൽ കരയുന്നേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും ബേലയുടെ മനസ്സിലും അതീവ ദുഃഖമുണ്ട്. രണ്ടുപേരും തൻ്റെ സൗഹൃദത്തിൻ്റെ വേർപാടിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ട് പ്രോഗ്രസ് കാർഡുമായി ആ തെരുവിൽ നിന്ന് രണ്ടുപേരും രണ്ട് റോഡുകളിലേക്കായിട്ട് നടന്നു നീങ്ങുന്നിടത്താണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. ഈ കഥയിൽ എവിടെയും തന്നെ വാക്കുകൾ കൊണ്ട് ബേലയും സാഹിലും വേർപിരിയാനാകാത്ത സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നില്ല. എന്നാൽ ഈ കഥയിലെ സന്ദർഭങ്ങളും കഥയുടെ അവസാനവും അവസാനം നമ്മളൊരു നിഗമനത്തിലെത്തുന്നതാണ്. എന്താണ്? ബേലയും സാഹിലും വേർപിരിയാനാവാത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. അവരിൽ നിന്ന് ഒരിക്കലും ആ സൗഹൃദം നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് രണ്ടുപേരെയും നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് നമുക്ക് പറയാനും ആകും. ഇനി ഈ പാഠഭാഗത്ത് നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡയറിയുടെ രൂപത്തിലും പത്രിന്റെ രൂപത്തിലും പടുക്കഥയായിട്ടും ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ട് ഇനിയും വീഡിയോകളിൽ വരുന്നതാണ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.